കാസർഗോഡ് PSC ഓഫീസിലേക്ക് ഇപ്പോൾ ഒരു മാർച്ച് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക്. വലിച്ചോട്ട് നോക്കിയാലേ ഇവരറിയും 2 മാസം കൂടെ ഞങ്ങൾക്കുള്ളൂ. ആ ഹുക്കൊന്നും വേണ്ട. പിണറായിന്റെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ നിയമന നിരോധനത്തിനെതിരെയാണ് കാസർഗോഡ് KSU PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉദ്യോഗസ്ഥർ. സരീഷ് PK കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, കാര്യങ്ങൾ സംഘർഷത്തിലേക്കാണോ കടന്നത്? വിവരങ്ങൾ. എത്ര കാലം കൊണ്ടുവന്ന് നോക്കണല്ലോ. PSC ഓഫീസിലേക്ക് കഴിഞ്ഞ കുറെ നാളുകളായി PSC നടക്കുന്നില്ല, PSC നിയമനങ്ങൾ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ 1ഉം 2ഉം റാങ്ക് കിട്ടിയവർ പോലും പണിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PSC ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയത്. അവർ പ്രകടനമായല്ല, മറിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് ഓഫീസിന്റെ മുന്നിലേക്ക് ഓടിയെത്തുകയായിരുന്നു. പിന്നീട് ഓഫീസ് താഴ്ത്തു പൂട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തകർ എത്തിയത്. അതിനു മുൻപ് തന്നെ പോലീസുകാർ ഇവരെ തടയുകയും അവിടെ നിന്നും മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസുകാർ തന്നെ ഗ്രിൽസ് പൂട്ടുകയും അവരെ ഈ PSC ഓഫീസിന് സമീപത്തേക്ക് എത്തുന്നത് തടയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ അവർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. പിന്നാലെയാണ് തള്ളിക്കയറാനുള്ള ശ്രമം നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തൊട്ടു പിന്നാലെ ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ ഒരു ബിൽഡിംഗിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലെ 4ാം നിലയിലാണ് ഈ PSC ഓഫീസ്. ചെറിയ ഇടനാഴി മാത്രമാണ് താഴേക്ക് ഇറക്കാനുള്ളത്. ആ ഇടനാഴിയിലൂടെ ഇപ്പോൾ ഓരോ പ്രവർത്തകരെയും താഴേക്ക് ഇറക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും തിരിഞ്ഞു പോകില്ല, താഴേക്ക് പോകില്ല എന്ന നിർബന്ധത്തിലാണ് പ്രവർത്തകരുള്ളത്. അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ പല ഭാഗങ്ങളിൽ PSC ഓഫീസുകളിലേക്കും KSUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനവും മാർച്ചും ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃത്യമായി ബലം പ്രയോഗിച്ച് ഈ ചെറിയ ഇടനാഴിയിൽ സ്റ്റെപ്പാണ്, ആ സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറക്കുകയാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായി KSU നേരത്തെ തന്നെ ഇത്തരത്തിൽ PSC ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. കാരണം ഉദ്യോഗാർത്ഥികളുടെ ഈ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 1ഉം 2ഉം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും ഇത്തരത്തിൽ നിയമനം ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിന്റെ കാലാവധി, ഈ നിയമന കാലാവധി ഈ 4 മാസത്തിനകം തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് വാഹനത്തിലേക്ക് അവിടെ നിന്നും തൂക്കി നമ്മൾ കാണുന്നത് പോലെ പ്രവർത്തകരെയും ഒപ്പം തന്നെ നേതാക്കളെയും ഉൾപ്പെടെ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അത്തരത്തിൽ ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ ഉൾപ്പെടെയുള്ളവരെ ഈ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും പ്രതിഷേധം നേരത്തെ താഴിട്ട് പൂട്ടാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമമെങ്കിലും അത് പോലീസ് തടയുകയും ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ്. പക്ഷേ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല, വീണ്ടും സമരം സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. സമരം തടയുന്നുണ്ടല്ലോ, ഇവരൊക്കെ വീട് സേഫായി. പക്ഷേ പഠിച്ചിട്ട് 1ാം റാങ്ക് നേടിയ ആളുകൾക്ക് ഇതുവരെ ജോലി 2.5-3 വർഷമായിട്ട് ജോലി നൽകാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റിയിട്ടില്ല. അതിനെതിരെയാണ് ഇവിടെ സമരം ചെയ്യുന്നത്. പെട്ടെന്ന് ISC ഓഫീസിനകത്തേക്ക് കടന്നു കയറാൻ
ചെയ്തത്.